Welcome to Info Intelligentsia. an information channel. സെൽഫ് സ്റ്റഡി ഫാഷൻ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് പാർട്ട് 2. 11th ഡിസൈൻ. നമ്മുടേതായ രീതിയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കുക. അതായത് ഡിസൈനിങ് സെൻസ്. ഇപ്പോൾ വെഹിക്കിൾ ആയാലും സിസ്റ്റം ആയാലും ബിൽഡിംഗ് ആയാലും അതിനൊക്കെയുള്ള ആ ഒരു ഡിസൈനിങ് എബിലിറ്റി നമുക്കുണ്ടായിരിക്കുക. അടുത്തത് ഗെയിൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുതലുണ്ടാക്കുക. ഇൻറ്റേൺഷിപ്പ് അതുപോലെ തന്നെ അപ്രൻറ്റീസ്ഷിപ്പൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക, എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യുക. 13th ടീം പ്ലെയർ. ഈ ഡിസൈൻ മേഖലയിലുള്ള മറ്റു ഡിസൈനേഴ്സിനായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ആ ഒരു മേഖലയിലെ ഡിസൈനേഴ്സിനെ കൊളാബറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഒരു ടീം പ്ലെയറുടെ ആ ഒരു രീതിയിലുള്ള കഴിവ് നമ്മൾ കാണിക്കുക. അടുത്തത് അഡാപ്റ്റബിലിറ്റി ടു ട്രെൻഡ്സ്. ഡിസൈൻ മേഖലയിലൊക്കെ ഫാഷൻ ഡിസൈൻ മേഖലയിലൊക്കെ ടൈം ടു ടൈം ചേഞ്ച് വരും. അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ട്രെൻഡ് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക, അതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക ഈ കാര്യങ്ങളിലൊക്കെ. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് മെറ്റീരിയലാണ് നമ്മുടെ ഈ ഡിസൈനിന് ഫിറ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്. ഒരു ഫാഷൻ ഡിസൈനറെ സക്സസ്സിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് പ്രോപ്പർ ഡിസൈൻ മോഡിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള എബിലിറ്റീസ് നമ്മൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് ഏത് ആണ് പ്രോപ്പർ, ഏതാണ് നല്ലത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിന് തീരുമാനം എടുക്കാനും കഴിയുക. അടുത്തത് ബിൽഡ് യുവർ കളക്ഷൻ. ഡിസൈനിലുള്ള കളക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എക്സ്പീരിയൻസും കോൺഫിഡൻറ്റും നമുക്ക് വർദ്ധിപ്പിക്കും. അടുത്തത് ക്രിയേറ്റ് എ ഫാഷൻ ഡിസൈനർ റെസ്യൂം. ആസ് എ ഡിസൈനർ റെസ്യൂം ഉണ്ടാക്കിയെടുക്കുക. തൻ്റെ കളക്ഷൻസ്, ഡിസൈനിങ്സ്, അതുപോലെ തന്നെ എബിലിറ്റീസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് വേണം. അതിലൂടെ റെസ്യൂംസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തത് എക്സ്പ്ലോർ സ്പെഷ്യലൈസ്ഡ് ഫാഷൻ ഡിസൈൻ സ്കൂൾസ്. ഇത്തരം സ്കൂൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഓഫേഴ്സ് തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്വയം ഡിസൈൻ ചെയ്ത കളക്ഷൻസും റെസ്യൂംസൊക്കെ കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഓഫേഴ്സുകളൊക്കെ കിട്ടും. അടുത്തത് ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് സെവി. ഇനി വരുന്ന ഫാഷൻ ട്രെൻഡ് ഏതാണെന്ന് അറിയാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഈ ഒരു ഡിസൈനിങ് മേഖലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക, അതിൽ തന്നെ സ്റ്റേ ചെയ്യുക, അതിലെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിരിക്കുക. അടുത്തത് ആൻഡ് ഫൈനലായിട്ടുള്ളത് പ്രാക്ടീസ് മേക്കിംഗ് പ്രോട്ടോടൈപ്പ് പീസസ്. നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് മേക്കിംഗ് പാറ്റേൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ പാറ്റേൺസ് നമ്മൾ തന്നെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. എന്ത് ചെയ്യും, കോൺഫിഡൻസ് കിട്ടുകയും അതിലൂടെ മനസ്സിലാക്കുകയും തെറ്റുകൾ ശരികളൊക്കെ മനസ്സിലാക്കി അതിലേക്ക് പാറ്റേൺസ് നമ്മളുടേതായ രീതിയിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡും അതുപോലെ തന്നെ പ്രാക്ടീസ് കൂടുതൽ എന്ത് ചെയ്യും, ഒരു നല്ല രീതിയിൽ സക്സസ്സിലേക്ക് നയിക്കുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.